സുരേഷ് ഗോപി നായകനായ ചിത്രത്തിന് ജാനകി എന്ന പേര് നൽകുന്നത് മതവികാരത്തെ വ്രണപ്പെടുത്തുമെന്നും അതിനാൽ ജാനകി എന്ന പേര് മാറ്റണം, 96 ഇടങ്ങളിൽ നിന്ന് പേര് കട്ട് ചെയ്യണമെന്നുമാണ് സെൻസർ ബോർഡ് കടുംപിടുത്തം പിടിച്ചത്. കേന്ദ്ര സെൻസർ ബോർഡിന്റെ ആഴ്ചകൾ ആഴ്ചകൾ നീണ്ടു നടത്തിയ അണിയറ പ്രവർത്തകരുടെ നിയമ പോരാട്ടമായിരുന്നു ഈ ദിവസങ്ങളിൽ കണ്ടത്. കഥാപാത്രമായ ജാനകി വിദ്യാധരൻ പിള്ളയ്ക്ക് വി എന്ന ഇനിഷ്യൽ കൂടി ചേർത്ത് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പേര് മാറ്റണമെന്നാണ് ഇന്ന് ഹൈക്കോടതിയിൽ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത്. മറ്റൊന്ന്, ക്രോസ് വിസ്താരം ചെയ്യുന്ന രംഗങ്ങളിൽ 2 ഇടങ്ങളിൽ പേര് മ്യൂട്ട് ചെയ്യണമെന്നും സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടു. സിനിമയുടെ റിലീസിന് വേണ്ടി തങ്ങൾ അതിന് വഴങ്ങുന്നുവെന്നാണ് അണിയറ പ്രവർത്തകർ പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും കോടതിയിൽ നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. പ്രായോഗികമായിട്ടൊരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് എനിക്കും ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സജഷനാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന അടുത്ത മണിക്കൂറിൽ തന്നെ അത് റീസബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. സീനുകൾ കട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യം ചർച്ചയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ സാധ്യമല്ല എന്ന് പ്രൊഡക്ഷൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. എൻ്റെ കൂടെ തന്നെ നിന്ന് ആ സീനിൻ്റെ എത്രത്തോളം ആവശ്യകത സിനിമയിലുണ്ടെന്ന് മനസ്സിലാക്കി പ്രൊഡ്യൂസേഴ്സ് തന്നെ അത് പറ്റില്ല എന്നൊരു തീരുമാനം എടുത്തു. വലിയ ചെറുത്തുനിൽപ്പാണ് അണിയറ പ്രവർത്തകർ നടത്തിയത്. തങ്ങൾ അത് ഏറ്റെടുക്കുന്നുവെന്നാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. വെൽ ഡിഫൈൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് 100% ട്രാൻസ്പെറൻസി, ഇതാണ് നമുക്ക് വേണ്ടത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു സൊല്യൂഷനാണ്. ഇത് വളരെ ഗൗരവകരമായ ഒരു പ്രശ്നമാണെന്നും ഇത് പരിഗണിക്കാമെന്നുമാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുള്ളത്, സുരേഷ് കുമാറിനോട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കൂടെ പോകും ആ വഴിയെ നമ്മൾ നമ്മുടെ ശ്രമം തരും. വിചിത്രമായ സത്യവാങ്മൂലമാണ് ഹൈക്കോടതിയിൽ സെൻസർ ബോർഡിന് സമർപ്പിച്ചത്. മതവൈകാരികതയെ ബാധിക്കുന്നതാണ് ജാനകി എന്ന പേര്. സീതാദേവിയുടെ പവിത്രതയെ ബാധിക്കുന്ന തരത്തിൽ ബോധപൂർവം ആ പേരിടുകയായിരുന്നു. മാത്രമല്ല, ജാനകിയെ ക്രോസ് വിസ്താരം ചെയ്യുന്ന അഭിഭാഷകൻ മറ്റൊരു മതത്തിൽപ്പെട്ടയാളാണെന്നുള്ള വിചിത്ര വാദങ്ങൾ പോലും സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ നൽകുന്ന സാഹചര്യമുണ്ടായി. അതേസമയം കോടതിയുടെ കൃത്യമായ ഇടപെടൽ ഈ കേസിൽ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായി എന്നതും എടുത്തു പറയേണ്ടതാണ്. ജഡ്ജി എൻ നഗരേഷ് നേരിട്ട് സിനിമ കണ്ട് കാര്യങ്ങൾ വിലയിരുത്തുന്ന അസാധാരണ സംഭവം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇന്ന് ഹർജി പരിഗണിച്ചപ്പോൾ റിലീസിന്റെ തൊട്ട് മുമ്പ് വരെ സിനിമയുടെ പേര് മാറ്റിയ ചരിത്രമുണ്ടെന്ന് സെൻസർ ബോർഡ് പറഞ്ഞപ്പോൾ കേരളത്തിൽ പട്ടാളം ജാനകി എന്ന് പേരിട്ട ചരിത്രമുണ്ടെന്നായിരുന്നു ജഡ്ജി കോടതിയിൽ വിശദമാക്കിയത്. പേരിടുക എന്നത് കലാകാരന്റെ സ്വാതന്ത്ര്യമാണെന്നും ജഡ്ജി ഹൈക്കോടതിയിൽ പറഞ്ഞു. വെള്ളിയാഴ്ച ഈ ഹർജി വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും. കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.